ചോദിക്കുന്നവർ ന്യായമായിട്ട് ചോദിക്കുക, അന്യായമായിട്ട് ചോദിക്കുക. അതൊരു വല്ലാത്തൊരു പോക്കാണിത്. ആരും എന്ന് വെച്ചാൽ തിയേറ്ററിലെ കളക്ഷൻ കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഒരു ഹീറോയ്ക്ക് അയാൾ വന്ന് അഭിനയിക്കും, ആരെങ്കിലും വന്ന് അഭിനയിക്കും. ഇവിടെ എന്ന് വെച്ചാൽ തിയേറ്ററിൽ കളക്ഷൻ ഇല്ല, ആളില്ല. 15 പേരുണ്ടെങ്കിലേ സിനിമയ്ക്ക് ആള് കയറത്തുള്ളൂ. 15 പേർക്ക് വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യാണ് തിയേറ്ററിന്റെ ഇടയിൽ ഒരു ഷോ തുടങ്ങാനായിട്ട്. പല സ്ഥലത്തും ഷോ നടക്കുന്നില്ല. അപ്പൊ ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഇതൊരു പ്രൊഡ്യൂസർ മാത്രം മനസ്സിലാക്കിയ പോരാ. പ്രൊഡ്യൂസർ മലംകുരുക്കിയല്ല ഇവിടെ പൈസ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നോട്ടടിച്ചല്ല കൊണ്ടുവരുന്നത്. അതും കൂടെ ഇവരെല്ലാവരും മനസ്സിലാക്കണം. ഇതാരും മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അതിനുള്ള ആൾട്ടർനേറ്റീവ് കണ്ടെത്താൻ ഒരു പ്രയാസമില്ല. ഒരു നടനും ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആരുമല്ല. ആരെ വേണോ വെച്ച് പടം എടുക്കാന്നുള്ള രീതിയിലാണ്. കണ്ടന്റാണ് പ്രധാനം. കണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമ ഓടും, അത് ഹിറ്റാവും, ആളുകൾ കാണും, അപ്രീഷിയേറ്റ് ചെയ്യും. അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കുന്നത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നുവെന്ന നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ വന്നിരിക്കുകയാണ് നടൻ വിനായകൻ. അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കേണ്ട എന്ന് ഭാര്യയോടും മകളോടും പോയി പറഞ്ഞാൽ മതിയെന്നും ഇത് ഇന്ത്യയാണെന്നും വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമ സുരേഷ് കുമാറിന്റെയും കൂടെ നിൽക്കുന്നവരുടെയും കുടുംബ സ്വത്തല്ലെന്നും വിനായകൻ കൂട്ടിച്ചേർത്തു. താൻ നടനാണ്, സിനിമ നിർമ്മിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുമെന്നും ഇത് ഇന്ത്യയാണെന്നും വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമ സുരേഷ് കുമാറിന്റെയും കൂടെ നിൽക്കുന്നവരുടെയും കുടുംബ സ്വത്തല്ലെന്നാണ് വിനായകൻ പറയുന്നത്. വിനായകന്റെ കുറിപ്പിങ്ങനെ: സിനിമ തന്റെയും തന്റെ കൂടെ നിൽക്കുന്നവരുടെയും കുടുംബ സ്വത്താണോ? മേനക സുരേഷ് കുമാറെ, അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കണ്ട എന്ന് തന്റെ ഭാര്യയോടും മകളോടും പോയി പറഞ്ഞാൽ മതി. ഞാനൊരു സിനിമാ നടനാണ്. ഞാൻ സിനിമ നിർമ്മിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇത് ഇന്ത്യയാണ്. ജയ് ഹിന്ദ്. നേരത്തെ മലയാളത്തിലെ സിനിമാ നിർമ്മാതാക്കൾ കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞിരുന്നു. 200 സിനിമകൾ ഇറങ്ങിയതിൽ 24 എണ്ണം മാത്രമാണ് ഓടിയത്. 176 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. 650-700 കോടിക്കിടയിലാണ് സിനിമാ രംഗത്ത് കഴിഞ്ഞ വർഷം നിർമ്മാതാക്കൾക്ക് സംഭവിച്ച നഷ്ടം. പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട ഗതികേടിലാണ്. ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമയെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മലയാള സിനിമ. ഏറ്റവും വലിയ പ്രശ്നം നടീനടന്മാരുടെ പ്രതിഫലമാണെന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു. ആർട്ടിസ്റ്റുകൾ എന്നാണ് പടം നിർമ്മിക്കാൻ തുടങ്ങിയത്? കോവിഡിന് മുൻപ് ദിലീപും മോഹൻലാലും മാത്രമാണ് ഇവിടെ സിനിമ നിർമ്മിച്ചിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം കോവിഡിന് ശേഷം OTT പ്രചാരത്തിൽ വന്നതോടെയാണ് പ്രൊഡക്ഷൻ തുടങ്ങിയത്. എല്ലാം എനിക്ക് പോരട്ടെ എന്ന വിചാരമാണ് ഇതിന് പിന്നിലെന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു.